ഈ എയർ ഫ്രയർ കൊണ്ട് ഇത്രയും ഉപകാരം ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല കേട്ടോ. ഇതാ ഞാനിപ്പോൾ ചിക്കനോ മീനോ എന്തിന് കേക്ക് വരെ ഇതിലാണ് ഉണ്ടാക്കൽ. തിരിച്ചും മറിച്ചൊന്നും ഇട്ട് കൊടുക്കാതെ അതിൻ്റെ പണി മര്യാദക്ക് അങ്ങോട്ട് ചെയ്തോളും. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചുട്ടരച്ച ചമ്മന്തിയാണ് കേട്ടോ. ഇതിനായിട്ട് വലിയ ഉള്ളിയും അല്ലെങ്കിൽ ചെറിയുള്ളി, ഉണക്കമുളകും പുളിയും ഒരു 10 മിനിറ്റ് സെറ്റ് ചെയ്തിട്ട് ഒന്ന് വെക്കുക. ഒരു 6 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഇതൊന്ന് ഓപ്പൺ ആക്കുമ്പോൾ ഈ ഉണക്കമുളകൊക്കെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അതൊന്ന് മാറ്റി ബാക്കിയുള്ളത് ഒന്നും കൂടി ഒന്ന് എയർ ഫ്രയർ ആവാൻ വെക്കുക. അപ്പോൾ അത് അങ്ങോട്ട് റെഡി ആയിക്കോളും. ഇനി ഒരു 10 മിനിറ്റ് മാറ്റി ഒരു 9 മിനിറ്റ് ആക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇത് 10 മിനിറ്റ് ആയപ്പോൾ ചെറുതായിട്ടൊന്ന് നിറം മാറിയിട്ടുണ്ട് കേട്ടോ. 9 മിനിറ്റ് ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കറക്റ്റിൽ കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇതെല്ലാം കൂടിയും ചേർത്തിട്ട് നമുക്ക് മിക്സിൻ്റെ ജാറിൽ കുറച്ച് ഉപ്പും കുറച്ച് തേങ്ങയും കൂടി ഒക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് എയർ ഫ്രയറിൽ തേങ്ങയും കൂടി ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് വാട്ടിയെടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പക്ഷേ ഞാൻ ഇന്ന് ഇട്ടിട്ടില്ലേ, കാരണം ഇത് എൻ്റെ കയ്യിലുള്ളത് ഇതുപോലത്തെ ചെറിയ തേങ്ങയായിരുന്നു. അപ്പോൾ ഞാൻ അതിലിട്ടിട്ടില്ല. നമ്മൾ കഷ്ണാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ അത് മുരിഞ്ഞ് കിട്ടും ചെയ്യും. പിന്നെ ഇതൊക്കെ കൂടിയും അതിലേക്ക് ഒരു ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ചമ്മന്തി റെഡി. ലാസ്റ്റ് വേണമെങ്കിൽ അൺഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കോക്കനട്ട് ഓയിലും കൂടി ഒന്ന് ഇട്ടാൽ മതി കേട്ടോ. ഇത് നമ്മുടെ കപ്പൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ.